നമ്മൾ ഒരുപാട് വട്ടം നമ്മൾ ആവർത്തിച്ച് പറയേണ്ട പുണ്യമായ ഒരു സ്വലാത്തുണ്ട്. ആ സ്വലാത്തിനെ പറ്റി നമുക്കൊന്ന് കേൾക്കാം. ആ സ്വലാത്തിൻ്റെ അർത്ഥം എന്താണ്, അതെങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത്, ആ സ്വലാത്ത് പറഞ്ഞാൽ കിട്ടുന്ന നേട്ടം എന്താണ്, വിശദമായ ചർച്ച ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. അവസാനം വരെ കാണാൻ മറന്നു പോവരുതേ. ഒരു സ്വലാത്ത് കൊണ്ട് 1,00,000-ലധികം സ്വലാത്ത് ചൊല്ലിയ കൂലി കിട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? മനസ്സിൻ്റെ വിഷമങ്ങൾ മാറി സന്തോഷം വരാൻ ആഗ്രഹിക്കാത്തവരാരാണുള്ളത്? 1,00,000 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം കിട്ടുന്ന അത്ഭുതപ്പെടുത്തുന്ന ഒരു സ്വലാത്ത്, ആ സ്വലാത്താണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇന്ന് നമ്മൾ ഒന്നിച്ച് പറയാൻ പോകുന്നത്. ഈ ഒരു സ്വലാത്തിൻ്റെ നേട്ടം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരിട്ട് പഠിപ്പിച്ചു കൊടുത്തതാണ്. നമ്മുടെ മശായിഖന്മാരിൽപ്പെട്ട വലിയൊരു മഹാനവറുകൾ പറയുന്നു, ഞാനിങ്ങനെ ഒരു കപ്പൽ യാത്രയിൽ ഇങ്ങനെ പോകുമ്പോൾ, കപ്പലിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നടുക്കടലിൽ വെച്ച് കപ്പലിങ്ങനെ ആടി ഉലയുകയാണ്. അതിശക്തമായ കാറ്റും കോളും മഴയും വരുന്നു. എല്ലാവരും പേടിച്ച് വിറക്കുകയാണ്. ആ സമയത്ത് ഞാനിങ്ങനെ പേടിച്ച് വിറച്ചു, എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റില്ല. ഞാനിങ്ങനെ പേടിച്ച് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞാനൊന്നിങ്ങനെ മയങ്ങിപ്പോയി. ആ മയക്കത്തിൽ മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നിട്ട് എനിക്കൊരു സ്വലാത്ത് പഠിപ്പിച്ചു തന്നു. പെട്ടെന്ന് ഞാൻ ഞെട്ടി എഴുന്നേറ്റു. എന്നിട്ട് ഞാൻ ആ സ്വലാത്ത് ഇങ്ങനെ പറഞ്ഞു നോക്കി. എനിക്ക് പറയാൻ കിട്ടുന്നുണ്ട്. ഞാനത് ആ കപ്പലിലുണ്ടായിരുന്ന വിശ്വാസികളോട് പറയാൻ പറഞ്ഞു. അവരും പറഞ്ഞു. അത്ഭുതമെന്ന് പറയട്ടെ, അത് പറഞ്ഞ് തീരുന്നതിന് മുമ്പേ തന്നെ करने बदली रसूलों की होती रही, चांद बदली का निकला हमारा नबी. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന പ്രതിഫലം മലക്കുകൾ നമ്മുടെ മേൽ സ്വലാത്ത് ചൊല്ലും. ഒരുപാട് ഗുണങ്ങളാണ് ഈ സ്വലാത്തിനുള്ളത്. അള്ളാഹു നമുക്ക് കരുണ ചെയ്യും. നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ, സ്ഥാനമാനങ്ങൾ ഉയർത്തപ്പെടാൻ, ഉഹുദ് മലയോളം വലിയ പ്രതിഫലങ്ങൾ കിട്ടാൻ, മനസ്സിൻ്റെ വിഷമങ്ങൾ സങ്കടങ്ങൾ മാറാൻ, ഒരു അടിമയെ മോചിപ്പിച്ച പ്രതിഫലം കിട്ടുമെന്ന് പോലും ഈ സ്വലാത്തിനെ പറ്റി മഹത്തുക്കൾ പറയുന്നുണ്ട്. ഹൗദുൽ കൗസറിൽ നിന്നും നമുക്ക് മതിയാവോളം കുടിക്കാൻ തുടങ്ങി 10-ലധികം നേട്ടങ്ങളാണ് ഈ സ്വലാത്ത് ഒരു മനുഷ്യൻ പറഞ്ഞാൽ അവനിക്ക് കിട്ടുക. മുഹറം മാസം വിട പറയാൻ ഒരുങ്ങുന്നു. പുണ്യമായ സഫർ മാസം കടന്നു വരുന്നു. ഇപ്പോഴേ പല ആളുകൾക്കും വിഷമമാണ്, സങ്കടമാണ്. ഉസ്താദെ, ഞങ്ങളുടെ മകളുടെ കല്യാണം നടത്താനും ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ അടുത്ത മാസമാണ്, അത് സഫർ മാസമല്ലേ, കല്യാണം നടത്താൻ പറ്റുമോ? ഇന്നലെയും ഒരു സഹോദരൻ ചോദിച്ചു, പുതിയൊരു വാഹനം എടുക്കുന്നുണ്ട്, റബിയുൽ അവ്വലിലേക്ക് ആക്കിയാൽ കുഴപ്പമുണ്ടോ, ഈ സഫറിൽ തന്നെ ആവണമെന്ന് നിർബന്ധമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ഒരാൾ ചോദിച്ചിരുന്നു. സഫർ മാസത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? സഫർ മാസത്തിൽ നല്ലത് ചെയ്യാമോ? ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ അതും കൂടി നമ്മൾ പറയുന്നുണ്ട്. അവസാനം വരെ കാണാൻ മറന്നു പോവരുതേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, അള്ളാഹു തആല നമ്മളെല്ലാവരെയും കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനമാനങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ 4ാമത്തെ വെള്ളിയാഴ്ച രാവാണ്, പ്ലസ് മുഹറം മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച രാവാണ്. അതോടൊപ്പം തന്നെ ഇന്ന് മുഹറം 26ാം രാവാണ്. നാളെ 26ാം ദിനമാണ്. ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ പരിശുദ്ധമായ പരിപാവനമായ സഫർ മാസം നമ്മളിലേക്ക് കടന്നു വരികയാണ്. ഉസ്താദെ, സഫർ മാസം അത് ദുശകുനത്തിൻ്റെ മാസമല്ലേ? ഇന്നലെ ഒരു സഹോദരൻ ചോദിച്ചു നമ്മുടെ പള്ളിയിൽ വെച്ച്, ഉസ്താദെ പുതിയൊരു വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അപ്പോൾ സഫറല്ലേ, സഫറിൽ വാങ്ങിയ കുഴപ്പമുണ്ടോ, നമുക്ക് റബീഉൽ അവ്വലിലേക്ക് ആക്കാം. ഞാൻ പറഞ്ഞു, സഫറിന് എന്താ കുഴപ്പം, സഫർ മാസത്തിന് എന്താ കുഴപ്പം? പല ആളുകളും പറഞ്ഞത് മുഹറം മാസത്തിൻ്റെ 1 മുതൽ 10 വരെ കൊള്ളൂല, നല്ല കാര്യമൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ സഫർ ആകുമ്പോൾ സഫർ 1 മുതൽ 30 വരെ ഒന്നും ചെയ്യാൻ പാടില്ല, ഒരു നല്ല കാര്യം ചെയ്യരുത്, വീട് പണി വെക്കാൻ പാടില്ല, അതുപോലെ തന്നെ കല്യാണം വെക്കാൻ പാടില്ല, പുതിയ വാഹനം വാങ്ങാൻ പാടില്ല, കച്ചവട സ്ഥാപനം തുടങ്ങാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ ഇങ്ങനെ വസ്വാസായിട്ടുണ്ട്. ഞാൻ ഇപ്പം തന്നെ പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ വ്യക്തമായി നബി തങ്ങൾ പറഞ്ഞതാണ്, വലാ സഫറ,
സഫറിന് ഒരു കുഴപ്പമില്ല, സഫറിന് ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് വരുന്ന സഫർ മാസം നമ്മളിലേക്ക് ഈ വരുന്ന ഒന്നുകിൽ ചൊവ്വാഴ്ചയോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ ഒക്കെ ആയിട്ട് നമുക്ക് ഒരു പക്ഷേ അത് നിലാവ് കാണുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ സഫർ മാസം നമ്മളിലേക്ക് വരികയാണ്. ഇന്നിപ്പോൾ 26-ാം രാവാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഈ മുഹറം മാസം വിട പറഞ്ഞു പോകുന്നു. നമ്മൾ ഈ മുഹറം മാസത്തിൽ എന്തെല്ലാം നന്മകൾ ചെയ്തിട്ടുണ്ടോ എല്ലാം അള്ളാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് നമുക്കൊരു സ്വലാത്ത് പഠിക്കാം. ആ സ്വലാത്തിൻ്റെ മാസമാണ് എന്ത് മുഹറം മാസം, അതുപോലെ സഫർ മാസം, റബീഉൽ അവ്വൽ മാസം. സ്വലാത്തുമായി ബന്ധപ്പെട്ട് സ്വലാത്തിന് വേണ്ടി പ്രത്യേകമായ ഒരു ദിവസം അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു മാസം അങ്ങനെയൊന്നുമില്ല. എല്ലാ ദിവസവും എല്ലാ മാസവും എല്ലാ സമയവും എല്ലാ മണിക്കൂറും ഒക്കെ എന്താണ് സ്വലാത്തിന് പറ്റിയതാണ്. സ്വലാത്ത് മാറ്റി നിർത്തിയിട്ട് ഒരു ഇബാദത്തും നമുക്കില്ല. നമ്മുടെ നിസ്കാരവും നമ്മുടെ എല്ലാ സൽക്കർമ്മവും അല്ലാഹു തആല സ്വീകരിക്കണമെങ്കിൽ സ്വലാത്ത് അഡീഷണലായി നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം. നബിതങ്ങളെ സന്തോഷിപ്പിക്കണം. അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഒരുപാട് നന്മകൾ കിട്ടാൻ സ്വലാത്ത് ഇങ്ങനെ വർദ്ധിപ്പിക്കണം. നമുക്കറിയാമല്ലോ ഒരുപാട് സ്വലാത്ത്, നിരവധി സ്വലാത്ത് അറിയാം. ഇപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച രാവല്ലേ, ഇപ്പോഴേ തന്നെ ഉമ്മമാരൊക്കെ ചൊല്ലി തുടങ്ങിയിട്ടുണ്ടാകും സ്വലാത്തുൽ ഫാത്തിഹും അതുപോലെ സ്വലാത്തു തിബ്ബും നാരിയത്തു സ്വലാത്തും. നാരിയത്തു സ്വലാത്തിനൊക്കെ വല്ലാത്ത പവറാണ്. ഇൻഷാ അല്ലാഹ് വിശദമായി നമുക്ക് നാരിയത്തു സ്വലാത്തിനെ പറ്റി പറയാം. അതുപോലെ താജു സ്വലാത്ത്, കൻസു സ്വലാത്ത്, സ്വലാത്തു തിബ്ബ്, ഇങ്ങനെ ഒരുപാട് സ്വലാത്തുകൾ ഓരോ ഉമ്മമാരും ഒക്കെ പറയുന്നുണ്ട്. സാധാരണ നമ്മൾ ചൊല്ലുന്ന സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതും ഒരു വളരെയധികം എഫക്റ്റീവായ സ്വലാത്താണ്. അതുപോലെ ഇബ്രാഹിമിയ സ്വലാത്ത്, അറിയാവുന്ന സ്വലാത്തുകൾ ഇങ്ങനെ അധികരിപ്പിച്ചു കൊണ്ടിരിക്കണം എൻ്റെ ഉമ്മ. അല്ലാഹു തആല നമുക്ക് എല്ലാവിധ ഖൈറും തരും. അല്ലാഹു തആല തൗഫീഖ് തരുമാറാവട്ടെ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന നമുക്കറിയാവുന്ന ഒരു സ്വലാത്താണ്, പക്ഷെ അതിൻ്റെ ശ്രേഷ്ഠത പല ആളുകളും മറന്നുപോയിരിക്കുന്നു. ആ സ്വലാത്തിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം, എൻ്റെ പേരിൽ ഒരു മനുഷ്യൻ സ്വലാത്ത് ചൊല്ലിയാൽ, എൻ്റെ പേരിൽ മൻ സ്വല്ല അലയ്യ സ്വല്ലത്ത് അലൈഹിൽ മലായികത്തു വമൻ സ്വല്ലത്ത് അലൈഹിൽ മലായികത്തു സ്വല്ലല്ലാഹു അലൈഹി വമൻ സ്വല്ലല്ലാഹു അലൈഹി ലം യബ്ഖ ശൈഉൻ ഫിസ് സമാവാതി സബ്ഇ വൽ അർളീന സബ്ഇ വൽ ബിഹാരി എന്ന് തുടങ്ങുന്ന വിശാലമായ ഒരു ഹദീസ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഏതെങ്കിലും ഒരു മനുഷ്യൻ എൻ്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ, നമുക്കൊന്ന് ചൊല്ലിയാലോ? ഒന്ന് ഉറക്കെ എല്ലാവരും പറഞ്ഞ് സ്വലാത്ത് ചൊല്ലിക്കേ, എല്ലാവരും ഒന്നിച്ചു ചൊല്ല്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ല്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. നമ്മളിപ്പോൾ ഈ സ്വലാത്തിന് കിട്ടുന്ന ഗുണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിലുള്ളത്. നബി തങ്ങൾ പറയുന്നു, എൻ്റെ പേരിൽ ഒരു മനുഷ്യൻ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവൻ്റെ മേൽ മലക്കുകൾ സ്വലാത്ത് ചൊല്ലുന്നതാണ്. ഒരാളുടെ മേൽ മലക്കുകൾ സ്വലാത്ത് ചൊല്ലിയാൽ അവൻ്റെ മേൽ അല്ലാഹു സ്വലാത്ത് ചൊല്ലുന്നതാണ്. ഒരാളുടെ മേൽ അല്ലാഹു സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ള 7 ആകാശങ്ങളും 7 ഭൂമിയും 7 കടലും അതുപോലെ മരങ്ങളും ചെടികളും പക്ഷികളും വന്യമൃഗങ്ങളും വളർത്തുമൃഗങ്ങളും എല്ലാ വസ്തുക്കളും അവൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതാണെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ കർനെ ബദലി റസൂലോം കി ഹോത്തി രഹി ചാന്ദ് ബദലി കനിക്കലാ ഹമാരാ നബി. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന പ്രതിഫലം മലക്കുകൾ നമ്മുടെ മേൽ സ്വലാത്ത് ചൊല്ലും. നമ്മളിപ്പോൾ ഒരു സ്വലാത്ത് ചൊല്ലിയില്ലേ, ഒന്നൊരു ചൊല്ലിക്കേ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സ്വലാത്ത് നമ്മൾ ചൊല്ലിയപ്പോൾ നമ്മുടെ മേൽ മലക്ക് സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. ഒരു മലക്കല്ല, കോടാനുകോടി വരുന്ന മലക്കുകൾ നമ്മുടെ മേൽ സ്വലാത്ത് ചൊല്ലി. മാത്രമല്ല അള്ളാഹു നമുക്ക് സ്വലാത്ത് ചൊല്ലി. അതുപോലെ തന്നെ 7 ആകാശങ്ങളും 7 ഭൂമിയും 7 കടലുകളും നമുക്ക് സ്വലാത്ത് ചൊല്ലി. ആ കടലിൻ്റെ അടിത്തട്ടിലൂടെ ഒളിയിട്ട് പോകുന്ന ചെറുപരൽ മത്സ്യങ്ങൾ നമുക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലി. നാം കാണുന്നതും കാണാത്തതുമായ മരങ്ങൾ, താഴ്വരകൾ, മഞ്ഞ് മലകൾ എല്ലാം നമുക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലി. അല്ലാഹുമ്മ സ്വല്ലി
അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അല്ലാഹുവേ, ഈ സ്വലാത്ത് ചൊല്ലിയതിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ പ്രശ്നങ്ങൾ നീ മാറ്റിത്തരണയല്ലാ, പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണയല്ലാ, മുത്തായ റസൂലിനെ സ്വപ്നത്തിൽ കാണാൻ നീ തൗഫീക്ക് തരണയല്ലാ. ഈ പാവപ്പെട്ട ഉമ്മമാരെ ഉപ്പമാരെ നീ മദീനയിലേക്ക് വേഗം എത്തിക്കണേ അല്ലാ. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്താ ഒരു സ്വലാത്തിന്റെ പവർ! അള്ളാഹുവിന്റെ മലക്കുകൾ നമ്മുടെ മേൽ സ്വലാത്തുൽ എന്ന് പറഞ്ഞാൽ മലക്കുകൾ ഇങ്ങനെ ദ്വാരക്കും, അല്ലാ ഇവന്റെ എല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുത്ത് നടത്തി കൊടുക്കണേ, ഇവനിക്ക് ഖൈർ കൊടുക്കണേ. നമുക്ക് മലക്കുകൾ ദ്വാരക്കുമെന്നാണ് ഇതിന്റെ അർത്ഥം. അള്ളാഹു നമുക്ക് സ്വലാത്ത് ചൊല്ലുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അള്ളാഹ് നമുക്ക് കരുണ ചെയ്യുമെന്നാണ്. 7 ആകാശങ്ങളും ഭൂമിയും അതുപോലെ കടലുകളൊക്കെ നമുക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുമെന്ന് പറഞ്ഞാൽ അവകൾ നമുക്ക് വേണ്ടി ദ്വാരക്കുമെന്നാണ്. വീണ്ടും മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ, ആരെങ്കിലും ഒരു ദിവസം 100 സ്വലാത്ത് ചൊല്ലിയാൽ അവന്റെ 100 ആവശ്യങ്ങൾ അല്ലാഹു നിറവേറ്റി കൊടുക്കുന്നതാണ്. അതിൽ 70 എണ്ണം അത് ആഖിറത്തിലുള്ളതാണ്, 30 എണ്ണം അത് ദുനിയാവിലുള്ളതാണ്. മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആരെങ്കിലും സ്വലാത്ത് അധികരിപ്പിക്കുകയാണെങ്കിൽ അവന്റെ എല്ലാ ദാരിദ്ര്യവും അല്ലാഹു മാറ്റിക്കൊടുക്കും. സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടാവില്ല, അതുപോലെ തന്നെ ശാരീരികമായ അസ്വസ്ഥത ഉണ്ടാവില്ല, എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിക്കൊടുക്കും. 500 സ്വലാത്ത് ചൊല്ലിയാൽ ഒരിക്കലും അവന്റെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല. ഒരു ദിവസം 500 സ്വലാത്ത്. എത്രയോ സ്വലാത്തിന്റെ മഹത്വങ്ങൾ നമുക്കിവിടെ പഠിപ്പിച്ചു തരുന്നത്. ഇന്ന് പറയട്ടെ, ഇവിടെ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ തന്നെ ഒരുപാട് നേട്ടങ്ങൾ നമുക്കുണ്ടെങ്കിൽ, ഒരു പ്രാവശ്യം നമ്മൾ ഈ സ്വലാത്ത് പറഞ്ഞാൽ നമുക്ക് 1,00,000 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം കിട്ടുന്ന അത്ഭുതപ്പെടുത്തുന്ന ഒരു സ്വലാത്ത്. ആ സ്വലാത്താണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇന്ന് നമ്മൾ ഒന്നിച്ച് പറയാൻ പോകുന്നത്. 1-2 വരി നീളമുള്ള സ്വലാത്താണ്. ഒന്നോ ഉസ്താദെ നീളമുള്ള വലിയ സ്വലാത്തൊന്നും പറയല്ലേ എന്ന് നമുക്ക് തോന്നലുണ്ടാവും. ഇത് ഏത് സ്വലാത്ത് എപ്പോൾ ചൊല്ലിയാലും ഗുണമുണ്ട്, നേട്ടമുണ്ട്. നമുക്കറിയാവുന്ന സ്വലാത്ത് പറഞ്ഞാൽ മതി. പക്ഷേ ഈ ഒരു സ്വലാത്തിൻ്റെ നേട്ടം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരിട്ട് പഠിപ്പിച്ചു കൊടുത്തതാണ്. നമ്മുടെ മശായിഖന്മാരിൽപ്പെട്ട വലിയൊരു മഹാനവറുകൾ പറയുന്നു, ഞാനിങ്ങനെ ഒരു കപ്പൽ യാത്രയിൽ ഇങ്ങനെ പോകുമ്പോൾ, കപ്പലിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നടുക്കടലിൽ വെച്ച് കപ്പൽ ഇങ്ങനെ ആടി ഉലയുകയാണ്. അതിശക്തമായ കാറ്റും കോളും മഴയും വരുന്നു. എല്ലാവരും പേടിച്ച് വിറക്കുകയാണ്. ആ സമയത്ത് ഞാനിങ്ങനെ പേടിച്ച് വിറച്ചു, എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റില്ല. ഞാനിങ്ങനെ പേടിച്ച് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞാനൊന്നിങ്ങനെ മയങ്ങിപ്പോയി. പെട്ടെന്നൊരു മയക്കം വന്നു. ആ മയക്കത്തിൽ മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നിട്ട് എനിക്കൊരു സ്വലാത്ത് പഠിപ്പിച്ചു തന്നു. പെട്ടെന്ന് ഞാൻ ഞെട്ടി എഴുന്നേറ്റു. എന്നിട്ട് ഞാൻ ആ സ്വലാത്ത് ഇങ്ങനെ പറഞ്ഞു നോക്കി. എനിക്ക് പറയാൻ കിട്ടുന്നുണ്ട്. ഞാനത് ആ കപ്പലിലുണ്ടായിരുന്ന വിശ്വാസികളോട് പറയാൻ പറഞ്ഞു. അവരും പറഞ്ഞു. അത്ഭുതമെന്ന് പറയട്ടെ, അത് പറഞ്ഞ് തീരുന്നതിന് മുമ്പേ തന്നെ ആ ഒരു സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടായില്ല, പ്രശ്നങ്ങളൊക്കെ മാറി എന്ന് നമുക്ക് ഒരു വലിയ മശായിഖ്, വലിയൊരു ഷേഖ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് ഒരു പ്രാവശ്യം ചൊല്ലിയാൽ 1,00,000-ലധികം പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയ ഗുണം കിട്ടുന്ന, അതുപോലെ മാറാവ്യാധികളെ തൊട്ടുള്ള കാവൽ കിട്ടുന്ന, മാറാവ്യാധികളെ തൊട്ട് കാവൽ കിട്ടുമെന്ന് പറയാനുള്ള കാരണം നമ്മുടെ മലയാളിയാകുന്ന കേരളക്കാരനാകുന്ന മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ മങ്കൂസ് മൗലിദ് രചിച്ചു. എപ്പോഴാണ് രചിച്ചത്? മലബാർ ഭാഗത്ത് കോളറയും വസൂരിയൊക്കെ ഇങ്ങനെ പടർന്നു പിടിക്കുന്ന കാലത്താണ് ഈ മങ്കൂസ് മൗലിദ് രചിക്കുന്നത്. ആ മങ്കൂസ് മൗലിദ് രചിച്ചിട്ട് അതിൻ്റെ അവസാനം മഹാനവറുകൾ കൊണ്ടുവന്ന ഒരു സ്വലാത്തുണ്ട്. അതാണ് ഈ സ്വലാത്ത്. ഒരുപാട് സ്വലാത്തുണ്ട്, പക്ഷെ അതിലെല്ലാം മാറ്റി നിർത്തിയിട്ട് മഹാനവറുകൾ കൊണ്ടുവന്ന ഈ സ്വലാത്ത് അത് ശ്രേഷ്ഠത മനസ്സിലാക്കിയിട്ടാണ്. ഒരുപാട് ഗുണങ്ങളാണ് ഈ സ്വലാത്തിനുള്ളത്. അള്ളാഹു നമുക്ക് കരുണ ചെയ്യും. നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ, സ്ഥാനമാനങ്ങൾ ഉയർത്തപ്പെടാൻ, ഉഹുദ് മലയോളം വലിയ പ്രതിഫലങ്ങൾ കിട്ടാൻ, മനസ്സിൻ്റെ വിഷമങ്ങൾ സങ്കടങ്ങൾ മാറാൻ, ഒരു അടിമയെ മോചിപ്പിച്ച പ്രതിഫലം കിട്ടുമെന്ന് പോലും ഈ സ്വലാത്തിനെ പറ്റി മഹത്തുക്കൾ പറയുന്നുണ്ട്. മരണസമയം മുത്തായ റസൂലിനെ കണ്ടിട്ട് മരിക്കാൻ, അർശിന്റെ തണൽ കിട്ടാൻ, അതുപോലെ വലത് കൈയിൽ കിതാബ് കിട്ടാൻ, ഹൗദുൽ കൗസറിൽ നിന്നും നമുക്ക് മതിയാവോളം കുടിക്കാൻ, തുടങ്ങി 10-ലധികം നേട്ടങ്ങളാണ് ഈ സ്വലാത്ത് ഒരു മനുഷ്യൻ പറഞ്ഞാൽ അവനിക്ക് കിട്ടുക. ഇപ്പോൾ നിപ്പ വൈറസൊക്കെ മലപ്പുറം ജില്ലയിലും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ പടർന്നു പിടിക്കുന്ന ഒരു സമയമായിരുന്നു അല്ലേ? അപ്പം അതൊക്കെ ഒന്ന് ശമിച്ചു വരുന്നുണ്ട്.
അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മൾ പറയേണ്ട ഒരു സ്വലാത്ത് കൂടിയാണിത്. നമുക്കൊന്ന് പറഞ്ഞാലോ സ്വലാത്ത്? എല്ലാവരും ഒന്നിച്ചു പറയട്ടോ, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് സ്വലാത്തൻ തുൻജീനാ ബിഹാ മിൻ ജമീഇൽ ലഹ്വാലി വൽ ആഫാത്ത് വതഖ്ദീ ലനാ ബിഹാ ജമീഅൽ ഹാജാത്ത് വതുത്ഹിറുനാ ബിഹാ മിൻ ജമീഇ السيئات وترفعنا بها عندك أعلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. ഉസ്താദേ, ഇത് സ്വലാത്തുൽ മുൻജിയ അല്ലേ? അതെ, സ്വലാത്തുൽ മുൻജിയ തന്നെ. സ്വലാത്തുൽ മുൻജിയ കേൾക്കുമ്പോൾ നമുക്ക് വളരെ പ്രയാസം തോന്നും, എങ്കിലും വളരെ സിമ്പിളാണ്, വളരെ എളുപ്പമുള്ളതാണ്. അതായത് വല്ലാത്തൊരു അർത്ഥ ഗാംഭീര്യമുള്ള സ്വലാത്താണിത്. മറ്റു സ്വലാത്തുകളേക്കാൾ വ്യത്യസ്തതയുള്ളത് ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഖൈറുണ്ടാവാൻ ഈ സ്വലാത്ത് നമ്മൾ ദ്വാരക്കുന്നുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുവേ, മുത്തായ റസൂലിനും അവിടുത്തെ കുടുംബത്തിനും അവിടുത്തെ സ്വഹാബിമാർക്കും എല്ലാവർക്കും നീ ഗുണം, രക്ഷയും സമാധാനമൊക്കെ കൊടുക്കണേ. എന്നിട്ട് പറയുന്നു, എങ്ങനെയുള്ള ഗുണവും രക്ഷയും സമാധാനവുമുള്ള സ്വലാത്താണ്? മിൻ ജമീഇൽ ലഹ്വാലി വൽ ഞങ്ങളുടെ മുഴുവൻ പ്രശ്നങ്ങൾക്കും ഞങ്ങളുടെ മുഴുവൻ ആപത്തുകൾക്കും പരിഹാരമാകുന്ന സ്വലാത്ത്. വതഖ്ലീലനാ ബിഹാ മിൻ ജമീഇൽ ഹാജാത്ത് ഞങ്ങളുടെ എല്ലാ ഹാജത്തുകൾ, മുറാദുകൾ, ആവശ്യങ്ങളൊക്കെ നിറവേറ്റി തരുന്ന സ്വലാത്ത്. വതുത്ഹിറുനാ ബിഹാ മിൻ ജമീഇസ് സയ്യിആത്ത് ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്തു തരുന്ന സ്വലാത്ത്. വതർഫഉനാ ബിഹാ ഇൻദക അല ദറജാത്ത് അത്യുന്നതമായ പദവിയിലേക്ക് ഞങ്ങളെ കൊണ്ടെത്തിക്കുന്ന സ്വലാത്ത്. وتبلغنا بها قصى الغايات من جميع الخيرات في الحياة وبعد الممات മരണത്തിന് ശേഷവും ഞങ്ങളുടെ ഈ ഇവിടത്തെ ജീവിതവും അതുപോലെ മുഴുവൻ ഞങ്ങളുടെ എല്ലാ ഖൈറാത്തുകളിലും എല്ലാ നന്മയൊക്കെ ഞങ്ങൾക്ക് എത്തിച്ചു തരുന്ന പുണ്യമായ സ്വലാത്ത്, സലാം എല്ലാം നീ മുത്തായ റസൂലിനും അവിടുത്തെ കുടുംബത്തിനും അവിടുത്തെ അനുചരന്മാർക്കും നീ കൊടുക്കണേ അല്ലാ എന്നാണ് ഈ സ്വലാത്തിൻ്റെ അർത്ഥം. നമുക്കൊന്ന് പറഞ്ഞാലോ, ഒരു 3 പ്രാവശ്യം നമുക്കൊന്ന് പറഞ്ഞാലോ? അൽഹംദുലില്ലാ, പരിശുദ്ധമായ ഈ വെള്ളിയാഴ്ച രാവ് അതിപ്രധാനപ്പെട്ട സമയങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. മുഹറം മാസമൊക്കെ വിട പറയാൻ ഒരുങ്ങുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരു 3 പ്രാവശ്യം നമുക്ക് സ്വലാത്തുൽ മുൻജിയ പറയാം. അല്ലാഹു തആല ഈ സദസ്സ് സ്വീകരിക്കുമാറാവട്ടെ, എല്ലാവിധ ഖൈറിലും ബറക്കത്തിലുമാക്കുമാറാവട്ടെ. ഈ സ്വലാത്തുൽ മുൻജിയ മഹാനായ അഷ്ശൈഖ് അക്ബർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, സ്വലാത്തുൽ മുൻജിയ ഇത് 1000 തവണ ഒരു മനുഷ്യൻ ചൊല്ലിയിട്ട് അവൻ ദുആ ചെയ്താൽ അവൻ ചോദിച്ചതെല്ലാം അല്ലാഹു അവനിക്ക് കൊടുക്കുന്നതാണ്. ഇതിൻ്റെ ശ്രേഷ്ഠത അറിയുകയാണെങ്കിൽ ഇത് ദുരുപയോഗം ചെയ്യുവാനുള്ള സാധ്യത കൊണ്ട് ഇതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. അതായത് ഈ സ്വലാത്ത് പറഞ്ഞിട്ട് ദുആ ചെയ്താൽ എന്ത് കാര്യവും സാധിച്ചു കിട്ടും. മാത്രമല്ല ഈ സ്വലാത്തിൻ്റെ ശ്രേഷ്ഠത ഇനി പറയുകയാണെങ്കിൽ ഈ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട്. അതായത് അത്രമാത്രം നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കിട്ടാൻ ഈ സ്വലാത്ത് കാരണമാണ്. നമുക്ക് പറഞ്ഞാലോ സ്വലാത്ത്? എല്ലാവരും ഇൻഷാ അല്ലാഹ് നല്ല മനസ്സോടുകൂടി പറയട്ടോ. സ്വലാത്തുൽ മുൻജിയ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد صلاة تنجينا بها من جميع الأهوال والآفات وتقضي لنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفعنا بها عندك أعلى الدرجات وتبلغنا بها قصى الغايات من جميع الخيرات في الحياة وبعد الممات. ഒന്നുകൂടി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് സ്വലാത്തൻ തുൻജീനാ ബിഹാ മിൻ ജമീഇൽ ലഹ്വാലി വൽ ആഫാത്ത് വതഖ്ലീ ലനാ ബിഹാ ജമീഅൽ ഹാജാത്ത് വതുത്ഹിറുനാ ബിഹാ മിൻ ജമീഇസ് സയ്യിആത്ത് വതർഫഉനാ ബിഹാ ഇൻദക അല ദറജാത്ത് വതുബല്ലിഗുനാ ബിഹാ ഖസൽ ഗായാതി മിൻ ജമീഇൽ ഖൈറാത്തി ഫിൽ ഹയാതി വബഅദൽ മമാത്ത്. ഒന്നുകൂടി 3ാമത്തെ പ്രാവശ്യം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് സ്വലാത്തൻ തുൻജീനാ ബിഹാ മിൻ ജമീഇൽ ലഹ്വാലി വൽ ആഫാത്ത് വതഖ്ലീ ലനാ ബിഹാ ജമീഅൽ ഹാജാത്ത് വതുത്ഹിറുനാ ബിഹാ മിൻ ജമീഇസ് സയ്യിആത്ത് വതർഫഉനാ ബിഹാ ഇൻദക അഅല ദറജാത്ത് വതുബല്ലിഗുനാ ബിഹാ ഖസൽ ഗായാതി മിൻ ജമീഇൽ ഖൈറാത്തി ഫിൽ ഹയാതി വബഅദൽ
മമാത്. അല്ലാഹുവേ ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നീ നിറവേറ്റി തരണയല്ലാ. ഹലാലായ മുറാദ് നീ ഹാസിലാക്കണയല്ലാ. രോഗങ്ങൾ ശിഫയാക്കണയല്ലാ. അല്ലാഹുവേ മുത്തായ റസൂലിനെ സ്വപ്നത്തിൽ കാണാനുള്ള തൗഫീക്ക് തരണയല്ലാ. മരിക്കുന്നതിന് മുമ്പ് മദീന കാണാൻ, അവിടെ ചെന്ന് മുത്തായ റസൂലിനെ സിയാറത്ത് ചെയ്യാനുള്ള തൗഫീക്ക് തരണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ ഈമാൻ സലാമത്താക്കണയല്ലാ. ഈമാൻ നീ തരണയല്ലാ. ഇഖ്ലാസ് തരണയല്ലാ. തഖ്വ തരണയല്ലാ. തെറ്റുകളെല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ റഹ്മാനെ. ഹലാലായ മുറാദ് ഹാസിലാക്കണേ അല്ലാ. വിഷമങ്ങൾ സങ്കടങ്ങൾ മാറ്റിത്തരണേ അല്ലാ. അല്ലാഹു ഈ പുണ്യമായ ഈ വെള്ളിയാഴ്ച രാവ്, നാളെ വെള്ളിയാഴ്ച പകൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മവും നീ സ്വീകരിക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ഈ സ്വലാത്ത് ഓരോ ദിവസവും നമ്മളിങ്ങനെ ആവർത്തിച്ച് പറയുക. ഒരുപാട് നേട്ടങ്ങളാണുള്ളത്. ഇവിടെ പറഞ്ഞതും പറയാത്തതുമായ നിരവധി നേട്ടങ്ങളുണ്ട്. അല്ലാഹു സ്വീകരിക്കട്ടെ, കബൂലാക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.